ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുട്ടികൾ കുറച്ച് പൂക്കളൊക്കെ കൊണ്ടുവന്നിട്ട് ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ വെറുതെ അതൊന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ. രാവിലെ ഉപ്പുമാവൊക്കെ ആയിരുന്നു. പിന്നെ അതൊന്നും കാണിക്കാനൊന്നും എന്താ എന്ന് വിചാരിച്ചാൽ അതൊന്നും ഷൂട്ട് ചെയ്തില്ല. പിന്നെ ഉച്ചയ്ക്ക് മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചാള എന്നാണ് ഞങ്ങൾ പറയണത്, മത്തി. അപ്പോൾ ഇന്ന് ചാളക്കൂട്ടം വയ്ക്കാനാണ്. അതിന് വേണ്ടിയിട്ട് മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ ഇട്ടാട്ടോ വയ്ക്കണേ. മാങ്ങ, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, ചുവന്നുള്ളി, പിന്നെ ഇതിവിടെ ഉണ്ടായ കോവയ്ക്ക കേട്ടോ. അപ്പോൾ അതും പറിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മാങ്ങയിട്ട് തക്കാളിയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 2 ചുമന്നുള്ളിയും ചേർത്തിട്ടാണ് തേങ്ങ അരയ്ക്കണത്. അപ്പോൾ ഒരുപാട് തേങ്ങ വേണ്ട കേട്ടോ, കുറച്ച് തേങ്ങ അരച്ചാൽ മതി. ഒരുപാട് തേങ്ങ അരച്ചാൽ കൊള്ളില്ല. അപ്പോൾ പകുതി മീൻ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കി കറി വയ്ക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചാള ഇങ്ങനെ കറി വയ്ക്കുകയാണെങ്കിൽ മാങ്ങയിട്ട് കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. ഈ മാങ്ങയുടെ കഷ്ണങ്ങളും ഈ തക്കാളിയുടെ കഷ്ണങ്ങളൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചും വയ്ക്കും കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ വയ്ക്കണമെങ്കിൽ കുറച്ചധികം തേങ്ങ എടുത്തിട്ട് പാൽ ഒഴിയണം. ഇത് കുറച്ച് തേങ്ങ നീട്ടി അരച്ച് വെച്ചാലും നല്ല രസമാണ് ഈ കറി. കഷ്ണങ്ങളും അരപ്പും എല്ലാം ഒന്നിച്ച് തന്നെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. മീനിൻ്റെ കഷ്ണങ്ങൾ പെട്ടെന്ന് വേവുമല്ലോ. ഈ പച്ചക്കറികളാണെങ്കിലും മാങ്ങയും തക്കാളിയൊന്നും വേവാൻ അധികം സമയമില്ല. അപ്പോൾ ഇത് വേവണത് തന്നെയാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. ഒരുപാട് സമയമായിട്ട് തിളപ്പിച്ച് അങ്ങനെ എടുക്കരുത്. അതങ്ങനെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് കഴിയുമ്പോൾ ഇനി ഒന്ന് താളിച്ച് ഒഴിക്കാം. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉലുവയും ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതും വേപ്പിലയും കൂടി താളിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കറിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കോവയ്ക്ക ഞാൻ അരിഞ്ഞ് മെഴുക്ക് പുരട്ടിയാക്കാനാണ്. അതും അടുപ്പിൽ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. വെറുതെ പച്ചമുളക് അരിഞ്ഞ് ഒരു 3-4 ചുവന്നുള്ളിയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കടുക് പൊട്ടിച്ചിട്ട് ഈ അരിഞ്ഞതെല്ലാം അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ കോവയ്ക്കയും അപ്പുറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, കറി നല്ല സൂപ്പർ കറിയായിട്ട്. ഇങ്ങനെ കറി വെച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വെച്ച് നോക്കണം. എല്ലാവരും വെക്കണ കറി തന്നെയായിരിക്കും, പക്ഷേ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ചാളക്കൂട്ടാൻ ഇങ്ങനെ മാങ്ങ ഇട്ട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മെഴുക്ക് പുരട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വെറുതെ ഒന്നുമില്ല, ഇങ്ങനെ തന്നെ നമ്മൾ കഷ്ണങ്ങൾ അരിഞ്ഞതെല്ലാം കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. തേങ്ങ ഇടണമെങ്കിൽ തോരനാക്കി എടുക്കാം. ഞാൻ ഇതിപ്പോൾ വെറുതെ മെഴുക്ക് പുരട്ടിയാക്കി എടുത്തതാണ്. പിന്നെ ഫ്രൈ ചെയ്യാനുള്ള മീൻ അത് അപ്പുറത്ത് അടുപ്പിലാണ് വയ്ക്കുന്നത്. അവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പൊക്കെ. പിന്നെ അടുത്തതും ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഊണിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് മെയിനായിട്ട് കുറേ ജോലികൾ മുറ്റത്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിരക്കിട്ട് ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ കുറേ ചെടികൾ ഇങ്ങനെ നമ്മൾ എപ്പോഴും ഈ കുട്ടികളുടെ പുറകെ നടക്കും പോലെ തന്നെയാണ് ഈ ചെടികളുടെയും പുറകെ തന്നെ നടക്കണം കേട്ടോ. അപ്പോൾ ഒരു ചെടി വാടി പോവാറാകുമ്പോഴത്തേനും അതിൻ്റെ കമ്പൊക്കെ എടുത്ത് വേറെ പിടിപ്പിക്കണം. ഈ ചെടിക്കാണെങ്കിൽ ഇതിന് കിഴങ്ങാട്ടോ നട്ടു കൊടുക്കണത്. ഇതിൻ്റെ സവാള പോലെ ഇതിന് കുറേ കിഴങ്ങുകളുണ്ടാവും. ഇതിപ്പോൾ നടണ്ട, ഇതിപ്പോൾ പൂക്കണ സമയമാണ്. ഇപ്പോൾ അതൊന്നും ചെയ്യണ്ട. ഇതിൻ്റെ കിഴങ്ങ് ഇങ്ങനെ ഉരുണ്ട് ചട്ടി നിറയെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഓരോ കിഴങ്ങും ഒരേ ചട്ടിയിൽ നട്ടു കൊടുത്താൽ പിന്നെ ഇഷ്ടംപോലെ തൈകളാവും കേട്ടോ. അതിന് ഒരു പ്രത്യേക സീസണിലാണ് ഇതിന് കൂടുതൽ, മഞ്ഞൊക്കെ ഉള്ളപ്പോഴാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാവണത്. പിന്നെ ഈ ചെടി കണ്ടോ, ഇതൊക്കെ കുറേ നാളുകളായിട്ട് ഈ ഒരു ചട്ടിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനി പോയി കഴിഞ്ഞിട്ട് നമ്മളിത് അന്വേഷിച്ചാൽ എങ്ങും കിട്ടുകയില്ല. കയ്യിലുള്ളപ്പോൾ ഇതിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇനി ഇതിൻ്റെയൊക്കെ ഓരോ കമ്പുകൾ വേറെ പിടിപ്പിക്കണം. അപ്പോൾ അതൊക്കെ ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ചിട്ട് ഇത് മുറിച്ച് അതിൽ വച്ചൊക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ആയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പണികളുണ്ട്. കുറേ കരിയിലകളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അടിക്കാനും വരാനും ഒക്കെ ഉണ്ട്. പിന്നെ മണി പ്ലാന്റ്, ഇതൊരു നല്ല 2 വെറൈറ്റി മണി പ്ലാന്റുകളായിരുന്നു. ചട്ടിയിൽ നിൽക്കുമ്പോൾ ഇത് കുഞ്ഞി ഇലകളാട്ടോ. പിന്നെ ഇതൊരു ലക്കി ബാമ്പുവിൻ്റെ വേറെ വെറൈറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ പോവാറായി. ഇത് മതിലിലേക്ക് കയറിയിട്ട് അതെല്ലാം പൂച്ചകളാണോ എങ്ങനെയാണോ തന്നെ വീണ്ടും നിലത്തേക്ക് അടിക്കിടക്കുകയാണ്. അപ്പോൾ ഇനി ഇത് പോയി കഴിഞ്ഞാൽ കിട്ടില്ല.